ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചവർ നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. നല്ല ഒന്നാം തരം പെൻഷൻ മേടിച്ചത് ഇഷ്ടം പോലെ തിന്നാണ്. എന്നിട്ട് നേരെ എതിർ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് അതിന്റെ പേര് ഇതുമായിട്ട് പറപ്പും തൊളിയെന്ന് പറയും. എം എ ബേബി തല്ലി പറഞ്ഞിട്ടില്ലേ? എം എ ബേബി പറഞ്ഞ നിലപാടാ പാർട്ടിയുടെ നിലപാട്. അതന്നെ എന്ന നിലപാട്. ഞാൻ ഇന്നലത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഞാൻ പ്രതികരിച്ചുകൊണ്ടു. അത് ശരിയായില്ല എന്ന് പറഞ്ഞ പാർട്ടിയുടെ നിലപാട് തന്നെയാണ് എൻ്റെ. അതിന് വ്യത്യസ്ത നിലപാടൊന്നുമില്ല. അന്നേരത്തെ ഒരു കാര്യത്തിലങ്ങ് പറഞ്ഞെന്ന് കൂട്ടിയാൽ മതി. എം എം മണിയുടെ പരാമർശം തള്ളി മന്ത്രി വി ശിവൻകുട്ടി. എം എം മണിയുടേത് സ്വാഭാവിക ശൈലിയാണ്. തൊഴിലാളി വർഗത്തിന്റെ നേതാവാണ് മണിയെന്നും മണി അത് പറയാൻ പാടില്ലായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. മണിയുടെ ശൈലിയിൽ എം എം മണി പറഞ്ഞതാണ്. അത് എം എം മണി അങ്ങനെ പറയാൻ വേണ്ടി പാടില്ലേ. എം എം മണിയെ പോലുള്ള ഒരു തൊഴിലാളി വർഗത്തിന്റെ നേതാവും പാർട്ടിയുടെ സമുന്നത നേതാവും വളരെ താഴേക്കിടയിൽ നിന്ന് ഒരുപാട് സമര പോരാട്ടങ്ങളിലൂടെ വളർന്നു വന്ന ഒരു വ്യക്തി അങ്ങനെ ഒരു ചെറിയൊരു പരാജയം ഉണ്ടായി എന്നുള്ളതുകൊണ്ട് നമ്മൾ സാമൂഹികപരമായി സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന ഒരു ജനവിഭാഗങ്ങളെയും ഒരു രൂപത്തിലും ആക്ഷേപിക്കാൻ വേണ്ടി പാടില്ല. അത് CPM-ന്റെ നയമാണെന്ന് എനിക്ക് തോന്നുന്നു. എം എം മണിയുടെ അധിക്ഷേപ പരാമർശത്തിൽ CPM നടപടിയെടുക്കുമോ എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. നിർബന്ധിതമായതിനാലാണ് മണി പരാമർശം തിരുത്തിയതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. നന്ദികേട് പരാമർശം എം എം മണി ഒറ്റയ്ക്ക് പറഞ്ഞതല്ലെന്ന് KC വേണുഗോപാലും പ്രതികരിച്ചു. അറിഞ്ഞോ അറിയാതെയോ എം എം മണിയുടെ വായിൽ നിന്നല്ല അത് വന്നു. ഇത് മണി ഒറ്റയ്ക്ക് പറഞ്ഞതല്ല. നിങ്ങൾക്കൊക്കെ കേരളത്തിൽ ബന്ധങ്ങളുള്ളതാണ്. കേരളത്തിലെ ഓരോ വീടുകളിലും അവർ കയറി വോട്ട് ചോദിക്കുമ്പോൾ പറഞ്ഞത് ഇതാണ്. പൊതുഖജനാവിൽ നിന്നെടുക്കുന്ന പണം സത്യത്തിൽ സ്വന്തം കയ്യിൽ നിന്നെടുക്കുന്ന പണം പോലെയാണ് അവർ പ്രചരിപ്പിച്ചത്. പെൻഷൻ നിങ്ങൾക്ക് തരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ വോട്ട് തരാൻ ബാധ്യസ്ഥരല്ലേ? അതല്ലേ മണിയുടെ സ്റ്റേറ്റ്മെന്റ് എന്നല്ല. സത്യത്തിൽ ജനങ്ങളെ അപമാനിക്കുകയായിരുന്നില്ലേ? മുഖ്യമന്ത്രിയുടെയും CPM സെക്രട്ടറിയുടെയും എല്ലാവരുടെയും മനസ്സിലിരിപ്പ് ഇത് തന്നെയായിരുന്നു. ജനങ്ങളുടെ ദാസന്മാരായി ഞങ്ങൾ പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ്. ഇന്നലെ LDF-ന്റെ ഒരു നേതാവ് എം എം മണി ജനങ്ങളെ പുച്ഛിച്ചു. അവർ നൽകിയ ഔദാര്യമാണ് സർക്കാർ നൽകിയ പണം, അല്ലെങ്കിൽ ആ പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ മാർക്സിസ്റ്റുകാരുടെ ഔദാര്യമാണെന്ന രൂപത്തിൽ സംസാരിച്ചു. അത് ജനങ്ങളോടുള്ള വലിയ കടന്നുകയറ്റമാണ്. അവകാശമായിരുന്നു ജനങ്ങളുടേത്. മാർക്സിസ്റ്റുകാരുടെ തനി സ്വഭാവം ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ അത് സഹായിച്ചു. അതിനുള്ള ശക്തിയായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. തിരുത്താൻ അദ്ദേഹം നിർബന്ധിതമാണ്. ഇന്നലെ തന്നെ അദ്ദേഹത്തെ പാർട്ടി എന്ത് നടപടി സ്വീകരിക്കും? എം എം മണി ഇത് ആദ്യമായിട്ടല്ലല്ലോ. എന്തും പറയാനുള്ള ലൈസൻസ് അദ്ദേഹത്തിനുണ്ടോ? മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ്, ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ എം എം മണി നടത്തിയ പ്രസ്താവന, പ്രതികരണം, അത് വലിയ തലവേദനയാണ് CPM-ന് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നതിൽ സംശയമില്ല. അപ്പോൾ എം എ ബേബി ഉൾപ്പെടെ വിമർശനം ഉന്നയിച്ചതോടെയാണോ മണി തിരുത്തലിന് തന്നെ തയ്യാറായത്? തീർച്ചയായും ആ നിലയിൽ തന്നെയാണ് ദിവ്യ കാര്യങ്ങൾ. ഇന്നലെ തിരഞ്ഞെടുപ്പിന്റെ ഫലത്തിന്റെ ആദ്യ ചിത്രം വ്യക്തമായതോടുകൂടിയാണ് CPM-ന്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് എം എം മണിയുടെ പ്രതികരണം നമ്മൾ തേടുന്നത്. ആ ഘട്ടത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് വലിയ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ ചരിത്രത്തിൽ എങ്ങും ഇല്ലാത്ത രീതിയിൽ ചെയ്തിട്ടുകൂടിയും ജനങ്ങൾ അനുകൂലമായി വോട്ട് ചെയ്തില്ല. അത് ഒരു നന്ദികേടിന്റെ സ്വഭാവത്തിലുള്ള പ്രവർത്തനമാണ് എന്ന് അദ്ദേഹം വ്യക്തമായി തന്നെയും പറയുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു ക്ലാരിറ്റിക്ക് വേണ്ടി നമ്മൾ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നത്, ഇത് ജനങ്ങൾ നന്ദികേട് കാണിച്ചു എന്നാണോ ആശാൻ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതേ, അത് അതിന്റെ നന്ദികേട് എന്നല്ലാതെ മറ്റെന്ത് പറയണം എന്നാണ് പറയുന്നത്. അദ്ദേഹം തന്റെ നാടൻ ശൈലിയിൽ ഉപയോഗിച്ചത് പിറപ്പു പണി കാണിച്ചു എന്നാണ് അദ്ദേഹം പ്രയോഗിച്ചത്. ആ നിലയിലുള്ള പ്രയോഗമാണ് ജനങ്ങൾക്കെതിരെ അധിക്ഷേപ സ്വഭാവത്തിൽ എം എം മണി നടത്തിയത് എന്നുള്ളതാണ്. ഇത് പിന്നീട് വലിയ ചർച്ചയാവുകയായിരുന്നു. ഒരുപക്ഷെ എം എം മണി തന്റെ പരാമർശം ഇത്രമേൽ വലിയ ചർച്ചയാകുമെന്ന കരുതിക്കൊണ്ട് നടത്തിയിട്ടുണ്ടായതായിരിക്കില്ല. മുൻകാലങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പരാമർശം എം എം മണിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളതുമാണ്. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിൽ വലിയ തോൽവി നേരിടുന്ന ഈ ഘട്ടത്തിൽ ആ പരാമർശം വലിയ ചർച്ചയാവുകയാണ് ഉണ്ടായത്. പിന്നീട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആ പരാമർശം എടുത്തുന്നയിച്ചുകൊണ്ട് വലിയ വിമർശനം ഉയർത്തുന്നു. പിന്നീട് കോൺഗ്രസ് ഹാൻഡിലുകൾ എല്ലാവരും തന്നെ, കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ ആ വിഷയം, ആ പ്രതികരണത്തെ വലിയ ചർച്ചയാക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇതോടുകൂടിയാണ് വലിയ പ്രതിരോധത്തിലേക്ക് LDF CPM മാറുന്നത്. പിന്നീട് ജനറൽ സെക്രട്ടറി MA ബേബിക്ക് തന്നെ എം എം മണിയെ തള്ളിപ്പറയേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന് പാർട്ടി പൂർണ്ണമായും അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. അതിന്റെ ഒരു ഭാഗം എന്ന നിലയിലാണ് വി ശിവൻകുട്ടിയുടെ പ്രതികരണവും നമ്മൾ കേട്ടത്. അദ്ദേഹം ആ നിലയിലുള്ള പരാമർശം നടത്താൻ പാടില്ല എന്ന് തന്നെയാണ് CPM കണ്ടെത്തുന്നത്. ഈ പാർട്ടി പൂർണ്ണമായും തള്ളിക്കളഞ്ഞതിന്റെ പിന്നാലെയാണ് വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തിക്കൊണ്ടുള്ള പ്രതികരണം ഇന്ന് രാവിലെ എം എം മണി നൽകുന്നത്. താൻ അപ്പോഴത്തെ സാഹചര്യത്തിൽ
അപ്പോഴത്തെ വികാരത്തിൽ പറഞ്ഞതാണ്. തന്റെ നിലപാട് പാർട്ടിയുടെ നിലപാട് തന്നെയാണ്, അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് തന്റെ വികാരം എന്നുള്ളതാണ്. പക്ഷേ എം.എം. മണി വിചാരിച്ചത് പറഞ്ഞത് എന്താണ് എന്നുള്ളത് ആ പ്രതികരണത്തിൽ തന്നെയും വ്യക്തമാണ്. അദ്ദേഹം ഇത്തരം വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് കൂടിയും ജനങ്ങൾ അനുകൂലമായി വോട്ട് ചെയ്യാത്തതിന്റെ ഒരു പ്രയാസമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പ്രകടിപ്പിച്ചത് എന്നുള്ളതാണ്. നമുക്കറിയാം, മുമ്പും ഇത്തരം വിവാദമായ പല പരാമർശങ്ങളും നടത്തി CPM-നെ വലിയ പ്രതിരോധത്തിലാക്കിയിട്ടുള്ള നേതാവാണ് എം.എം. മണി. അപ്പോഴൊക്കെയും CPM അദ്ദേഹത്തിന്റെ നാടൻ ശൈലി, തൊഴിലാളി വർഗ നേതാവ്, സാധാരണക്കാരുടെ പ്രതിനിധി എന്നുള്ള നിലയിലെല്ലാം പറഞ്ഞ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പിൽ വലിയ പരാജയം നേരിട്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ പരാമർശം CPM-ന് വലിയ ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ എം.എം. മണിക്കെതിരെ എന്ത് നടപടിയെടുക്കും എന്നുള്ള ചോദ്യം ഒക്കെ ഉയർന്നു വരുന്നുണ്ട്. സണ്ണി ജോസഫ് അടക്കമുള്ളവർ അത്തരം ചോദ്യം പറഞ്ഞത് തിരുത്തി എങ്കിലും വളരെ